ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മധുസൂദനനും ഭാര്യയും രണ്ടുപേരും നല്ല കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. സച്ചിയെ എന്തെങ്കിലുമൊക്കെ അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി തൻ്റെ മകളെയും മരുമകനെയും തൻ്റെ വീട്ടിൽ നിർത്താനുള്ള എല്ലാ ആലോചനകളും നടക്കുന്നുണ്ട്. ഒന്നും തന്നെ പാളിപ്പോവുകയാണ്. എല്ലാം തന്നെ ശ്രുതിയും ഒരു കള്ളുകുടിയനെ കൊണ്ടുവന്ന് സച്ചിയെ കള്ളുകുടിപ്പിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കാനും നോക്കുന്നുണ്ട്. അതും ഇല്ലാതായി പോവുകയാണ്. അതേ സമയത്താണെങ്കിൽ മധുസൂദനന്റെ ആൾക്കാർ തയ്യാറാക്കിയ ആള് വന്നിട്ട് പറയുന്നുണ്ട്, അതെ ഒരു ഐഡിയയുണ്ട്, എന്തായാലും അവരെ നിർബന്ധിച്ച്, അതായത് സച്ചിയെയും രവീന്ദ്രനെയും നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാനിരുത്താം. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇലയിൽ കൈ കുത്തുന്ന സമയത്ത് തന്നെ ആ രവീന്ദ്രനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാം. ഒരു VIP ഉണ്ട്, സീറ്റില്ല, എഴുന്നേൽക്കാൻ പറഞ്ഞിട്ട് അയാളെ എഴുന്നേൽപ്പിക്കാം. എന്തായാലും ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ആളെ എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ദേഷ്യം വരും. അപ്പൊ സച്ചി എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ നമുക്ക് ഇവിടെ ഒരു വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാക്കാം എന്നിങ്ങനെ പറയുമ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണെന്ന് മധുസൂദനനും ഭാര്യയും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ അത് പ്രകാരം ഈ രണ്ടാൾക്കാർ സച്ചിയെയും അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനെയും നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവർ അവിടെ കൊണ്ടുപോയി പന്തലിൽ അങ്ങനെ അതിലങ്ങനെ ഇരുത്തുന്നുണ്ട്. അപ്പം ഭക്ഷണം അപ്പം ശരിയെന്ന് പറഞ്ഞ് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കാൻ നിൽക്കുകയാണ് അവർ രണ്ടുപേരും. എന്നിട്ട് വേഗം തന്നെ ചെന്നിട്ട് നമ്മളുടെ പ്ലാനുകളൊക്കെ സൂപ്പറായിട്ട് നടക്കുന്നുണ്ട് എന്ന് മധുസൂദനെയും ഭാര്യയെ അറിയിക്കുകയാണ്. അങ്ങനെ എന്തായാലും നോക്കട്ടെ, അവിടെ നടക്കുന്ന പ്രശ്നം നേരിൽ തന്നെ കാണാമെന്നും പറഞ്ഞിട്ട് നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ കാണുന്ന കാഴ്ച, ആ സീറ്റിൽ 2 കുട്ടികളാണ് ഇരിക്കുന്നത്. പകരം സച്ചിയും രവീന്ദ്രനും അവർക്ക് ചിപ്സും സാധനങ്ങളൊക്കെ വിളമ്പി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതെന്താണിത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാർ സച്ചി വിളമ്പുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് അവർ വന്നിട്ട്, എന്താ നിങ്ങൾ കാണിക്കുന്നത്, നിങ്ങൾ ബന്ധുക്കാരല്ലേ, നിങ്ങളല്ലേ ഇരിക്കേണ്ടത്, നിങ്ങൾ വിളമ്പാൻ പാടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ വർഷയുടെ അമ്മ. അപ്പോൾ ആ സമയത്ത് അതെ ഞങ്ങൾ ഇരുന്നതാണ്, പക്ഷേ ഈ കുട്ടികൾ വിശന്നിട്ടാണ് ഇറ്റികൾ വന്നത്. അപ്പം ഇവിടെ നോക്കിയപ്പോൾ സീറ്റൊന്നുമില്ല, അപ്പം ഞങ്ങൾ 2 പേര് എഴുന്നേറ്റ് കൊടുത്തതാണ്, അവർ കഴിക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ ഇരുന്നോളാം എന്ന് പറയുന്നുണ്ട്. അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എഴുന്നേറ്റ് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചാൽ പോരെന്ന് ആ കുട്ടികളോട് ദേഷ്യപ്പെടുകയാണ് വർഷയുടെ അമ്മയ്ക്കാണെങ്കിൽ ഇവർ വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ, ആ ഒരു ദേഷ്യമാണ്. പറയേ അതൊന്നും പാടില്ല, കുട്ടികൾ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം മധുസൂദന ദേഷ്യം വന്നിട്ട്, ഇതാണോ നിങ്ങൾ പ്ലാൻ ചെയ്ത പരിപാടി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. എന്തായാലും അവിടെയും അവരുടെ പരിപാടികളൊന്നും തന്നെ നടക്കുന്നില്ല. അങ്ങനെ സച്ചിയും രവീന്ദ്രനൊക്കെ ഭക്ഷണം കഴിച്ചൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ വർഷയും അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരികളും കൂടി റൂമിലേക്ക് എത്തുകയാണ് ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പം അവരുടെ ആ ആഭരണങ്ങളൊക്കെ, അവളുടെ കഴുത്തിൽ ഒരുപാട് ആഭരണങ്ങളുണ്ടല്ലോ, അതൊക്കെ ഊരി വെക്കുകയാണ്. എല്ലാം അത് ഓരോന്നോരോന്നായി ഊരി വെക്കുന്നുണ്ട്. ആദ്യം തന്നെ അവരുടെ കഴുത്തിലുള്ള പൂമാല എടുത്ത് അവളെ കിടക്കലേക്ക് വലിച്ചെറിയുകയാണ് ഊരിയിട്ട്. എന്നിട്ട് മുഴുവൻ ആഭരണങ്ങൾ ഒരു പെട്ടിയിലാക്കിയിട്ട് ബോക്സിലാക്കി വെച്ച് അത് വലിയൊരു പെട്ടിയിലാക്കി വെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ 2 പേരും നമ്മുടെ വർഷയും ശ്രീകാന്തൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിശന്നിട്ട് പോയി നമുക്ക് കഴിക്കാമെന്നും പറഞ്ഞ് അവർ ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോയതിന് ശേഷമായിരിക്കും നമ്മുടെ ഭാമ പറഞ്ഞത് പ്രകാരം രേവതി നമ്മുടെ വർഷയെ വിളിക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോകുന്നു. അങ്ങനെ വർഷയെ എന്ന് വിളിച്ചു നോക്കുമ്പോൾ അവിടെ ആരും കാണില്ല. റൂം ആരും ഇല്ലാതെ അവൾ തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴായിരിക്കും അവരുടെ ആ തുളസിമാല ഉണ്ടല്ലോ, വർഷ ഇട്ടിരുന്ന തുളസിമാലയുടെ ഇടയിൽ അവളുടെ ഒരു മാല ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ ഇതെന്താ ഇത്, അവൾ കാണാതെ പറ്റിപ്പോയതാവും എന്നും പറഞ്ഞ് അവൾ ആ തുളസിമാല എടുത്ത് അതിൽ നിന്നും ആ മാല വേർതിരിക്കുകയാണ്. ആ സ്വർണത്തിന്റെ മാല അവൾ ഇങ്ങനെ വേർതിരിച്ച് എടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് മധുസൂദനൻ അവിടേക്ക് വരുന്നത്. അപ്പോൾ മധുസൂദനൻ പറയുന്നുണ്ട്, ഏട്ടി കള്ളി, നീ ഇതായിരുന്നില്ലേ നിന്റെ ലക്ഷ്യം, നീ എൻ്റെ മകളുടെ മാല കട്ടെടുക്കാൻ വന്നതാണല്ലേ എന്നെല്ലാം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഭാര്യ അപ്പോഴേക്കും ഇവിടുത്തെ ബഹളം കേട്ട് ഓടി വരികയാണ്. അപ്പോൾ ഭാര്യയോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. എന്തായാലും രേവതി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അവർക്ക് നല്ല തീർച്ചയുണ്ട്, പക്ഷെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണമല്ലോ, അതുകൊണ്ട് തന്നെ അവളെ നേരെ വലിയൊരു പ്രശ്നമാക്കി അപ്പം ആ മാല അവൾ മധുസൂദനന്റെ കയ്യിൽ കൊടുത്തിട്ട് നമ്മുടെ രേവതി കരഞ്ഞുകൊണ്ട് വേഗം സച്ചിയുടെ അരികിലേക്ക്
ഓടിച്ചെന്ന് സച്ചിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. അപ്പൊ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ രേവതി, എന്താ നീ കരയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും മധുസൂദനനും ഭാര്യയും എല്ലാവരും കൂടി വന്നിട്ട്, ഇവള് കള്ളിയാണ്, കള്ളി, ഇവളെ എൻ്റെ മോളുടെ മാല കട്ടെടുക്കാൻ നോക്കി എന്നും പറഞ്ഞ് ആകെ പ്രശ്നമാക്കാണ്. അപ്പൊ എന്താ സംഭവിച്ചത്, അപ്പൊ നിങ്ങൾ മിണ്ടാതിരിക്കും, ഞാൻ ചോദിക്കട്ടെ എന്ന് സച്ചി പറഞ്ഞിട്ട് രേവതിയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ രേവതി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇല്ല സച്ചിയേട്ടാ, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഭാമാൻറ്റി എന്നോട് വർഷയെ വിളിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ ആ റൂമിലേക്ക് പോയത്. അപ്പൊ ഭാമ വന്നിട്ട് പറയുന്നുണ്ട്, അതെ, അത് ശരിയാണ്, ഞാൻ അമ്പലത്തിലേക്ക് പോകണമെന്ന് ചന്ദ്ര പറഞ്ഞത് പ്രകാരമാണ് ഞാൻ രേവതി അങ്ങോട്ട് പറഞ്ഞത്. അവിടെ ചെന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ മാല ഇങ്ങനെ തുളസിമാലയുടെ ഇടയിൽ ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് കണ്ട് അത് ഞാൻ എടുത്തതേ ഉള്ളൂ, അല്ലാതെ ഒന്നും ചെയ്തില്ല സച്ചിയേട്ടാ എന്ന് പറയുന്നുണ്ട്. ഇവര് വെറുതെ എന്നെ ആവശ്യമില്ലാതെ ഓരോന്ന് പറയുകയാണെന്ന് പറയുമ്പോൾ ഇപ്പൊ മനസ്സിലായില്ല എന്താ സംഭവിച്ചതെന്ന് സച്ചി പറയുമ്പോൾ, ഒരിക്കലുമല്ല, ഇവള് തന്നെയാണ് കട്ടെടുത്തത്. ഇവളുടെ വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല രീതിയിൽ അറിയാം. ഇവൾ ഇല്ലായ്മയിൽ നിന്ന് വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇവളുടെ ആങ്ങളെ ഒരു കള്ളനല്ലേ, നിങ്ങളുടെ വീട്ടിലെ വണ്ടിയല്ലേ ഇവളുടെ ആങ്ങളെ മോഷ്ടിച്ചത് എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങളോട് വർഷം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെ ഇടയിൽ വെച്ചിട്ടാണ് ഇങ്ങനെ തോന്നിയാസങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. ഇവള് തന്നെയാണ് കള്ളി. അപ്പൊ സച്ചിയെയും കുറ്റം. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, നിർത്ത്, നിങ്ങൾ എന്തൊക്കെയാ പറയുക. അങ്ങനെ രവീന്ദ്രനും മധുസൂദനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കാകുന്നുണ്ട്. അപ്പൊ ആ സമയത്തും സച്ചി മാറ്റി നിർത്തുക, വേണ്ട അച്ഛാ, വേണ്ട, അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചിയോടായിട്ട് പറയുന്നുണ്ട്, നീയും കൂട്ടു നിന്നിട്ടുണ്ടാവും, കള്ളനാണ് നീ, കള്ളുടിയനാണ്. ഇവള് കക്ക, നിനക്ക് കള്ളു കുടിക്കുക കാശ് കൊണ്ട്, അല്ലേടാ, അതിനുവേണ്ടി നിന്റെ ഭാര്യയെ നീ പറഞ്ഞയച്ചതായിരിക്കില്ലേ, ഇതിലും ഭേദം നിനക്ക് റോട്ടിലിറങ്ങി പിച്ച എടുത്തുകൂടി എന്ന് ചോദിക്കുകയാണ് നമ്മുടെ രേവതിയോട്. അപ്പോൾ സച്ചിക്ക് എല്ലാം കൂടി കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. സച്ചിയാണെങ്കിൽ ആ സംഭവം ഇത് നേരെ മധുസൂദനെ 3-4 അടി അടിക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് മധുസൂദനെ തട്ടിയിടുകയും ചെയ്യുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് വർഷയും ശ്രീകാന്ത് എത്തുകയാണ്. ഇവിടെ എന്താ നടന്നത് പോലും അവർക്ക് അറിയില്ല, തല്ലുന്ന കാഴ്ച മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ വർഷ വന്നിട്ട്, നിങ്ങളോട് ആരാ എൻ്റെ അച്ഛനെ തല്ലാൻ പറഞ്ഞത്, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ട് വർഷ സച്ചിയെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നടന്നത് എന്താന്ന് നിനക്ക് അറിയില്ല മോളെ എന്ന് രവീന്ദ്രൻ പറയാൻ, എന്ത് നടന്നാലും എൻ്റെ അച്ഛൻ്റെ ദേഹത്ത് കൈവയ്ക്കാൻ പാടുണ്ടോ, അങ്ങനെ തന്നെയാണ്, ഇവനേക്കാളും മൂത്തതല്ലേ ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞ് വർഷയുടെ അമ്മയും അങ്ങനെ വലിയ കാര്യത്തിൽ ഇങ്ങനെ പറയണം. എന്തായാലും എല്ലാവരും ചേർന്ന് നമ്മുടെ രേവതിയും സച്ചിയും കുറ്റക്കാരനാക്കുകയാണ്. ശ്രീകാന്തും മധുസൂദനന്റെ ഭാഗം തന്നെയാണ് പറയുന്നത്. കാരണം അവർക്ക് രണ്ടുപേർക്കും സത്യങ്ങൾ അറിയില്ല. എന്തായാലും വലിയൊരു പ്രശ്നമാക്കി അവിടെ നിന്ന് ഇറങ്ങി പോരുകയാണ്. വർഷയാണെങ്കിൽ ഞാൻ ഇനി അങ്ങോട്ട് വരില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വർഷയും ശ്രീകാന്തും അവിടെ തന്നെ നിൽക്കുകയാണ്. ബാക്കി എല്ലാവരും തിരികെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഇടയിൽ ആശ്വാസം കണ്ടെത്തുകയാണ് നമ്മുടെ ശ്രുതിയുടെ അച്ഛന് ഇനി എന്തായാലും കുറച്ചു നേരത്തെയെങ്കിലും ചോദിക്കില്ലല്ലോ. അതിനേക്കാളും വലിയൊരു പ്രശ്നം നടക്കണമെന്ന് ആഗ്രഹിച്ച പ്രശ്നം അതിനേക്കാളും വലുതായി തന്നെ ഇവിടെ നടന്നത് കൊണ്ട് അവളും നല്ല സന്തോഷത്തിലൊക്കെയാണ്. എന്തായാലും എന്താണ് ബാക്കിയുള്ള ഭാഗം എന്നൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ പറയാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.